അസ്സലാമു അലൈക്കും എവരിവൺ. ഞാൻ ഇന്നലെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കാറ് ഒരു മാനിനെ പോയി ഇടിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അതുണ്ടായപ്പോൾ. അപ്പം എൻ്റെ ബാക്കിലൊരു കാറ് വരുന്നുണ്ടായിരുന്നു. അവരും അതിൻ്റെ മേത്ത് കയറിയെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ കാറ് സ്റ്റോപ്പ് ചെയ്തു, പുറത്തിറങ്ങി. എൻ്റെ ഓപ്പോസിറ്റ് ഒരു കാറ് വരുന്നുണ്ടായിരുന്നു. അവർ ബീം ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് ശരിക്കും ദൂരെ ഉള്ളതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് പാസ് ചെയ്ത ഉടനെ തന്നെ ഞാൻ കണ്ടു ഇത് ചാടുന്നത്. പക്ഷെ എനിക്ക് ബ്രേക്ക് ചവിട്ടി കിട്ടിയില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് എനിക്ക് ആകെക്കൂടെ സങ്കടമായിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ വന്നിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞു, എന്താ ചെയ്യുക, നമ്മൾ പേർപ്പസ്ലി അല്ലല്ലോ, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സമാധാനിപ്പിച്ചു. പിന്നെ ഞാൻ കാർ എടുത്തിട്ട് അങ്ങനെ പോവുമായിരുന്നു. ആ പോകുന്നിടയിൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് റബ്ബേ ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുന്നത്? കാരണം നമുക്കൊരു ചെറിയ പട്ടിയെ, പൂച്ചനെ അല്ലെങ്കിൽ ഒരു മാനിനൊക്കെ തന്നെ നമ്മൾ വണ്ടി തട്ടുമ്പോഴേക്കും നമ്മൾ ആകെ കൂടി സങ്കടപ്പെട്ടിട്ട് തളരുന്നുണ്ട്. അപ്പം ഇതൊരു പ്രൊഫഷനാക്കി എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിങ്ങനെ ഒരു കരുണയില്ലാതെ കൊല്ലുന്ന ഭരണാധികാരികളൊക്കെ ഉള്ള ഒരു സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഇതെങ്ങനെയാണ് പോസിബിൾ ആവണതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ വളർന്ന് വലുതാവുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട് കുറേ ശരികളും തെറ്റുകളും, അല്ലെങ്കിൽ നമ്മളെ ബ്രെയിനിൽ നമ്മൾ ഫീഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോരോ സിറ്റുവേഷനിലും നമ്മളുടെ ബ്രെയിൻ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഓക്കെ ഇത് തെറ്റാണ് ഇത് ശരിയാണ് എന്നുള്ളത്. ചില പുതിയ പുതിയ തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണ് കേട്ടോ എന്നുള്ളത്. അത് റബ്ബ് നമ്മളോട് പറയുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളോട് തെറ്റാണ് പറയുന്ന ഒരു കാര്യം കേൾക്കാതെ നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ട് അതേ കാര്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോകെ ആ തെറ്റിനെ ശരിയാക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. നമ്മളെ ബ്രെയിനിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും അത് ശരിയാണ് എന്നുള്ള കാര്യം. ഇത് ഇന്ന മാതിരി ആയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്, അതാ ഈ സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള തെറ്റുകളെ നമ്മൾ ശരിയാക്കി നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതാവും. ആ തെറ്റ് പിന്നീട് നമുക്ക് ശരികളായി മാറും. പോകെ തെറ്റുകളെല്ലാം ശരിയായി മാറുന്ന ഒരു മനസ്സ് നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ റബ്ബ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും സ്റ്റോപ്പാവും. അങ്ങനെ നമുക്ക് ആ തെറ്റുകൾ തിരുത്താൻ പറ്റാത്ത പാകത്തിൽ, അല്ലെങ്കിൽ തെറ്റുകളെല്ലാം ശരിയാവുന്ന രീതിയിൽ നമ്മുടെ മനസ്സിലെ നന്മനെ ഒരു തിന്മ കൊണ്ട് മൂടുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മളെ മനസ്സങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇതിൽ തന്നെ നമ്മളത് കേട്ടേക്കണം. നമ്മൾ രണ്ടാമത് പിന്നെ അത് ചെയ്തിട്ട് പിന്നീട് ഒരു എക്സ്ക്യൂസിന് പോകരുത്. ആദ്യം തന്നെ അത് കേട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ലൊരാളായിട്ടൊക്കെ അങ്ങനെ പോവാം.